എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ത്യൻ 2ന്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമേനെ കുറിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ കേറിയ ഒരു സിനിമയാണ്. എങ്കിലും ഇടയ്ക്കൊരു ദിവസം എനിക്ക് ചെറിയൊരു പ്രതീക്ഷ പോലെ വന്നിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജിസ് ജോയി തലവന്റെ റിലീസിങ്ങിന് ശേഷം നേരിട്ട് കമലഹാസനെ പോയി കണ്ടിരുന്നു. അന്ന് തലവന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ട് ജിസ് ജോയിയോട് കമലഹാസൻ പറഞ്ഞത്, അടുത്ത പാർട്ട് ഗംഭീരമായിരിക്കണം. കാരണം ആദ്യത്തെ പാർട്ട് കാണാനായിട്ട് ആളുകള് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയൊന്നും അല്ല വരുന്നത്. പക്ഷെ രണ്ടാമത്തെ പാർട്ട് കാണാനായിട്ട് ആളുകള് ഭയങ്കര അധികം പ്രെജുഡീസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോ അത് ഫസ്റ്റ് പാർട്ടിനേക്കാൾ മേളിൽ നിന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ എന്നുള്ളൊരു ഉപദേശം ജിസ് ജോയിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപദേശം കൊടുത്ത ആള് ചെയ്യുന്ന ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിനിമയുടെ രണ്ടാം ഭാഗം, അദ്ദേഹം അഭിനയിക്കുന്ന ഐക്കോണിക് ആയിട്ടുള്ള സിനിമയുടെ രണ്ടാം ഭാഗം, ആ സിനിമ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്ന ഒരാള് എന്തായാലും ഒരു ഒരു ദുരന്ത സിനിമയിൽ കൊണ്ട് തലവെക്കാൻ ചാൻസ് ഇല്ലല്ലോ. ആ ഒരു ആ ഒരു ചെറിയ പ്രതീക്ഷ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് കയറിയത്. വലിയ പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും അല്ല കേട്ടോ. ചെറിയൊരു പ്രതീക്ഷ. പക്ഷേ അതും അസ്ഥാനത്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറോളം സിനിമയുണ്ട്. തിയേറ്ററിൽ 1 മിനിറ്റ് മുന്നെയാണ് സിനിമ തുടങ്ങിയത്. അങ്ങനെ ഇതുവരെയും തുടങ്ങാറില്ലായിരുന്നു. സെൻട്രൽ തിയേറ്ററിലാണ്, ന്യൂ സെൻട്രലിലാണ് തൃപ്പൂണിത്തുറ. 1 മിനിറ്റ് മുന്നേ അങ്ങനെ ശരിക്കും അങ്ങനെ ഇടാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ആ 1 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഓടി തിയേറ്ററിലേക്ക് കയറുന്നത്. എന്തോ എനിവേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് സിനിമകൾ ഞാനവിടെ കണ്ടിട്ടുണ്ട്. ഇന്നെന്തോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. എനിവേ സിനിമ തുടങ്ങി. ആഹ് അതായത് ഇന്ത്യൻ ഫസ്റ്റില് തന്നെ നടക്കുന്ന പോലത്തെ ഒരുപാട് സംഭവങ്ങൾ ആഹ് നടക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ആകെ മനം മടുത്ത ഒരു കൂട്ടം യുവജനങ്ങൾ അവസാനം ആഹ് ഇന്ത്യൻ വന്നം എന്നുള്ള രീതിയിൽ പറയുന്നു. ഇത് ഇന്ത്യൻ്റെ പ്രായോ കാര്യങ്ങളോ എനിവേ അതൊക്കെ വിട്ടേക്ക്. സിനിമ എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഒരു കയ്യടിയോ അല്ലെങ്കിൽ ഒരു കൂവിവിളിയോ ഒന്നും നിർജ്ജീവമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് അനിരുദ്ധിൻ്റെ മ്യൂസിക്കൊന്നും എവിടെയും ഏശാണ്ട് പോയി എന്ന് തോന്നുന്ന രീതിയിലാണ് എടുത്തു വച്ചേക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് മ്യൂസിക് വിലയിരുത്താൻ വലിയ കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ തലൈവറൊക്കെ നമ്മളൊരു പ്രതീക്ഷയില്ലാതെ, പക്ഷെ തലൈവറല്ല, ജയിലറൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയിരുന്ന് കണ്ട സിനിമയാണ്. അതിലെ മ്യൂസിക്കൊക്കെ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ട് ഫസ്റ്റ് ടൈം കേട്ട് രോമാഞ്ചം വന്നതാണ്. അപ്പോൾ എനിവേ അന്തമാതിരി സാധനങ്ങൾ ചെയ്തു വെച്ച ഒരാളാണ് അനിരുദ്ധ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ ഇമോഷൻ, ഇത് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് തന്നെ പ്രാന്തായി പോയി തോന്നുന്നു. ഇത് എവിടെ നിൽക്കണം, ഇത് ആരുടെ ഭാഗത്ത് നിന്ന് എഴുതണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പുള്ളിക്ക് തന്നെ വട്ടായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ കൂടുതൽ കഥയും കാര്യങ്ങളൊന്നും പറയാനില്ല. അതായത് കുറേയധികം സംഭവങ്ങളിലൂടെ, അതായത് കുറേയധികം ന്യൂസിൽ വന്ന വാർത്തകൾ നമ്മൾ ഒരു കൊളാഷ് പോലെ കുറച്ച് വീഡിയോ കട്ടിങ്സ് ആയിട്ട് പ്രൊജക്ടറിൽ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേ ഒരു ഇമ്പാക്റ്റിലാണ് നമ്മളിരുന്ന് കണ്ടത്. അത് ഒരു രീതിയിലും നമ്മളെ, അതായത് ഒരു രീതിയിലും നമ്മളെ ബാധിക്കണില്ല. നല്ലതായിട്ടും ബാധിക്കണില്ല, മോശമായിട്ടും ബാധിക്കണില്ല. പല മരണങ്ങളും പല ആത്മഹത്യകളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. അവിടെ എന്തോ സംഭവിക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് സിനിമ ത്രൂ ഔട്ട് ഇരുന്ന് കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയോടെയൊന്നും അല്ല സിനിമക്ക് പോയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ നിരാശയൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ചിലപ്പോൾ ഈ അഭിപ്രായം എല്ലാവർക്കും നിങ്ങൾക്ക്, ഞാൻ എന്തായാലും ഈ സിനിമ തിയേറ്ററിലൊന്നും പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവസാനം ഒരു എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ വരുന്നുണ്ട്. ഏറ്റവും അവസാനമൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ ടൈറ്റിൽ പോലെ എഴുതി കാണിച്ചിട്ട്, അത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. ഒരു എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ വരുന്നുണ്ട്. എന്തിനോ ഏതിനോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ അവസാനം കൊളാഷ് പോലെയൊക്കെ വരുന്നുണ്ട്. അതുമൊക്കെ നമുക്ക് നിർജ്ജീവമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. അത്രേ ഉള്ളൂ ഈ സിനിമേനെ കുറിച്ചിട്ട് പറയാനായിട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പോയി കാണാൻ ശ്രമിക്കുക, കണ്ടാലും കണ്ടില്ലെങ്കിലും. അപ്പോൾ എനിവേ അത്രയൊക്കെ പറയാനുള്ളൂ.
താങ്ക് യു സോ മച്ച്.